തീരുമാനിച്ചെന്നോ? ആര് തീരുമാനിച്ചു? സുഹാസിനി അത് നോക്ക്, നിങ്ങളിങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ സംസാരിക്കാൻ നിൽക്കരുത്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ആരാ ഇതൊക്കെ ഡിസൈഡ് ചെയ്തേ? അതാദ്യം പറ. അമ്മ, മുത്തശ്ശി എങ്ങനെ പറഞ്ഞത്? എന്തെല്ലാരും ഇങ്ങനെ സൈലന്റ് ആയി പോയേ? കണ്ടിന്യൂ ചെയ്യ്, വേഗം കമോൺ. എന്താ എല്ലാവരും ഇത്ര പെട്ടെന്ന് തളർന്നു പോയോ? ഒന്ന് ഉഷാറായിട്ട് ജോലി ചെയ്യ്. നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ചോദിച്ചപ്പോ കളി അറിയില്ലെന്നല്ലേ പറഞ്ഞേ? കളി തുടങ്ങിയപ്പോ മുതൽ എനിക്ക് ആവശ്യമുള്ള ഒരു കാർഡ് പോലും വിട്ടിട്ടില്ല. 3 കളിയും നിങ്ങളാ ജയിച്ചത്. പരിമളയും കൂടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ കാർഡ് കളിക്കുന്ന എങ്ങനെ അവള് കണ്ടാലേ എന്നെ ഓറഞ്ച് പിഴിയുന്ന പോലെ പിഴിഞ്ഞെടുക്കും. എന്റെ ഭാര്യ അങ്ങനെ തന്നെയാ. ഇന്നത്തെ തിരക്കിനിടയ്ക്ക് എന്റെ കഴുത്തിന് പിടിക്കാനുള്ള സമയം കിട്ടിയില്ല. നിങ്ങളതൊന്നും നോക്കണ്ട, കളിക്ക്. ഒരു നല്ല കാർഡ് ഇട്ടതാ. ഒരു തവണ ഞാനൊന്നും ജയിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ മകളെ കല്യാണം കഴിച്ച് വിട്ട സമയത്ത് ആശങ്കയും ഭയവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവളുടെ സന്തോഷമൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾ അവളെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന്. ഈ ഒരു ബന്ധം കിട്ടിയതില് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അവളെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? വന്ന ദിവസം മുതൽ നമ്മുടെ വീട്ടിൽ ആർക്ക് എന്തൊക്കെ ഇഷ്ടമാണ്, എന്തൊക്കെ ഇഷ്ടമല്ല, ആർക്ക് എന്തൊക്കെ വേണം എല്ലാം മനസ്സിലാക്കി വെച്ചേക്കുക. അവളാണ് ഞങ്ങളുടെ കാര്യമെല്ലാം നോക്കുന്നത്. ഇതൊരു വലിയ കാര്യം തന്നെയാ. ഇത് അതിശക്തിയായിട്ട് പറയുന്നൊന്നുമല്ല കേട്ടോ. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച സംസ്കാരമാണത്. പെൺമക്കളായാൽ ഇങ്ങനെ ആയിരിക്കണം. വേദാന്തിന് പെണ്ണ് നോക്കാൻ എന്നോട് പറഞ്ഞാൽ അവനും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പെണ്ണ് നോക്കിയാനെ. എനിക്കിതെല്ലാം കേൾക്കുമ്പോ ഒരു സങ്കോചമുണ്ട്. അത് പറയാനൊരു മടിയില്ല എനിക്ക്. പക്ഷെ ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, ജോക്കർ കിട്ടി. അപ്പൊ എന്റെ കളി തീർന്നു കേട്ടോ. അയ്യോ, 3 ജോക്കർ നോക്കി. ഒരേ ഒരു ജോക്കറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് കുറച്ചിട്. ചെറിയമ്മേ, ഞാൻ ഇരുന്നും കുനിഞ്ഞൊന്നും ജോലി ചെയ്യരുതെന്നല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് നിന്നോണ്ട് ജോലി ചെയ്യാലോ അല്ലേ? നമ്മളിവിടെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. അത് മാത്രല്ല, 2 ആണുങ്ങൾ വേറെ ഉണ്ട്. നീ വിശ്രമൊക്കെ എടുത്ത് തമാശയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. ആരതി, സ്വല്പം ചോറെടുത്ത് നോക്കാം. ശരിയമ്മ. ഏയ്, അത് മാത്രം പറ്റില്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ പിന്നെ എല്ലാവരും കൂടി എന്നെ വെറുതെ കെയർ ചെയ്യുക. എനിക്കത് ഇപ്പോഴേ ബോറടിച്ചു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ചട്ടം വെച്ചെടുക്കാം. ശരിയാണ്.
രണ്ട് ജോഡികളും എത്ര സ്നേഹമായിട്ടായിരിക്കുന്നേ. കല്യാണം കഴിച്ചാ ഇത്രയ്ക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? നമ്മള് രണ്ടാളും ഇവരെ പോലെ തന്നെയല്ലേ? ഞങ്ങള് രണ്ടുപേരും ഇവരെ പോലെ തന്നെയല്ലേ? ദൂരെ കിഴക്കുതിക്കും ചെമ്പഴക്ക ഞാനെടുത്തു വെച്ചേ എന്റെ വെറ്റിലെ താമ്പളത്തിൽ. ദൂരെ കിഴക്കുതിച്ചേ മാണിക്ക ചെമ്പഴക്ക ഞാനെടുത്തു വെച്ചേ എന്റെ വെറ്റിലെ താമ്പളത്തിൽ. അമ്മു, നീ പായസത്തിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചോ. ഓക്കെ? അവളെന്തിനാ മോളെ? ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാലോ. അയ്യോ വേണ്ട ചേട്ടാ, മറ്റേ ഹിസ്റ്ററി റിപ്പീറ്റ് ആവാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹവും ഇല്ല. ചേട്ടാ, ചേട്ടൻ ഇവിടെ നിന്ന് പച്ചക്കറി കട്ട് ചെയ്തോ? വേദാന്ത്, വേദാന്ത്, ഈ കള്ളച്ചെറുക്കം ഇങ്ങോട്ടൊന്ന് നോക്കാൻ. നിന്നെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഓരോ പ്രാവശ്യം ഞാൻ കഷ്ടത്തിലാവുമ്പോ നീ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുമല്ലേ? ചേട്ടാ വാ ഇവിടെ. ആരതി, എനിക്ക് ചേട്ടനെ പറ്റി ഷൂറായി. വാ നമുക്ക് പോവാം. ഒന്ന് നിന്നേ, എവിടെ പോന്നേ? എന്താ ഷൂറായെന്ന് പറഞ്ഞേ? അവിടെ നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങള് പറഞ്ഞ കാര്യം ഒന്നും ചെയ്തില്ല. പക്ഷെ അവര് നോക്ക്, അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആരതി വാ.
വിക്രാന്ത്, ആരതി ചേച്ചി, സിദ്ധാർത്ഥ്, അതിഥി, അഞ്ജു, വിക്രാന്ത്. ചേച്ചി. അമ്മേ, ഈയിടെയായിട്ട് അമ്മ എന്നോട് പെരുമാറുന്നത് കണ്ട ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരോട് പെരുമാറുന്ന പോലെ തോന്നുന്നത്. തലേമേലെ ഭാരം വെച്ചോണ്ട് നടന്നിട്ട് ഭൂമി കാണാതെ നടന്ന ഇങ്ങനെ തന്നെ ഇരിക്കും. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മ ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെ പെരുമാറുന്നത്, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമല്ല, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി നമുക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതൊക്കെ നമ്മൾ എന്തിനു കഴിക്കണം? ഇതെല്ലാം എന്ന് വെച്ചാ ഇതെല്ലാം തിന്നാനുള്ളതല്ലേ? എന്റെ അമ്മ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല, ഇങ്ങനെയല്ല. ഇവിടെ ഈശ്വര പൂജയ്ക്ക് ശാസ്ത്രപരമായി ഭക്ഷണം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് ഞാനാ. ഇവിടെ സ്റ്റാൻഡേർഡ് അത് ഇത് എന്ന് പറഞ്ഞോണ്ട് വന്നിട്ട് ഒരു കാര്യവും ഇല്ല. അതെ സുഹാസിനി, നിങ്ങൾ അമ്മയൊന്നും പറയണ്ട. ഇങ്ങനൊരു കാര്യം അമ്മയോട് പറഞ്ഞത് ഞാൻ തന്നെയാ. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിലുള്ള പാചകം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതങ്ങ് മറന്നാ മതി. ഇന്നൊന്നും റെഡിയാക്കിയിട്ടില്ല. നാളത്തേക്കാണ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നേ. നോക്ക്, ഞങ്ങള് സംസാരിച്ചോണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? നിങ്ങളിടയ്ക്ക് കയറി സംസാരിക്കണ്ട. എന്നോട് ക്ഷമിക്കൂ, ഞാൻ പുറത്തേക്ക് പോവാ. അവൾ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് പോകേണ്ടത്? മാത്രമല്ല, ഈ വിഷയത്തിൽ അവൾ എന്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ല? അതെന്താന്ന് വെച്ചാ ഇത് നമ്മുടെ കുടുംബകാര്യമാണ്. ഇവിടെ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നടക്കേണ്ടത്, പുറത്തുനിന്നുള്ളവരല്ല. നമ്മളല്ല, ഞാനാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ ചെയ്തിരിക്കും. അല്ല, നമ്മളെല്ലാവരും ഒരേ ഫാമിലിയിലെ ആൾക്കാരല്ലേ? ഇവര് നമ്മുടെ ബന്ധുക്കാരുമാണ്. എന്ന് മാത്രമല്ല, അടുക്കള പാചകത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് നമ്മളെക്കാൾ നല്ല വിവരമുണ്ട്. അതെ, അവർക്കറിയാവുന്ന പാചകത്തിന്റെ കാര്യത്തിലാ എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞത്. അത് നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല. ഇതിൽ വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. ഞാൻ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാ. നിനക്കല്ലാതെ വേറെ ആർക്കും ഈ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഒരാൾക്ക് വേണ്ടി മാത്രം ഇതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. നീ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോ. വരൂ പ്രമീള. വേഗം താടി ഒന്ന് നിൽക്കും. ഞാനിവിടെ ഊതുമല്ലേ? ഇതാ നോക്ക്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. ഇതെന്താ പട്ടി നക്കുന്ന പോലെ കാണിക്കുന്നേ? നന്നായിട്ടുണ്ട്. ഇതിൽ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ. അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ആ, അവര് കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂടെ കടല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോയി ഒന്ന് നോക്കിയിട്ട് വേഗം. ലെമൺ റൈസിന് ഇടാനുള്ളതാ, ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കണം. നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? എന്ന് വെച്ചാ എല്ലാരും ഇതില് കടലല്ലേ ഇടുന്നേ? നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ഇട്ടാലോ? ഇത് കുറച്ച് കൂടുന്നുണ്ടേ. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കാം. നമ്മൾ പാചകം ചെയ്യുന്നത് പോലും ചില ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഈ ഗ്യാപ്പില് നമ്മൾ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ചുമ്മാ നോക്കി കഥ പറഞ്ഞത് ചെയ്. ശരി വിട്. ഇന്നോവേറ്റീവ് ഐഡിയക്ക് ഇവിടെ ഒരു വിലയില്ല. എല്ലാരും ഒരേ കാര്യം തന്നെ ചെയ്യുന്നത്. ശരി നീ വാ, രണ്ടുപേർക്കും ഒന്ന് ചെയ്യാം. ശരി, പ്ലേറ്റ് എടുത്ത് അടച്ചു വെക്കട്ടെ. നിന്നെപ്പോലൊരു ഇഡിയറ്റിനെ പറ്റിക്കുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല. ഇന്നത്തെ ദിവസത്തെ ഒരു കാര്യവും ഒരു പ്ലാനും വർക്കൗട്ട് ആവില്ല. ഇന്ന് മാത്രമല്ല, നിന്റെ ജീവിതം മുഴുവനും ഒരു സക്സസ് ഉണ്ടാവില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല.
ആദ്യ പാല് കുടിക്കുമോളെ. എനിക്ക് വേണ്ട. നീ വേണ്ടെന്ന് വെച്ചാ ഞാൻ വിട്ടിട്ട് പോവോ? കുടിക്ക്. വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്തിനെങ്ങനെ ഫോഴ്സ് ചെയ്യുന്നേ? നീ അന്ന് പറഞ്ഞില്ലേ നിനക്ക് പാൽ ഇഷ്ടമാണെന്ന്. എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്താ പറ്റിയേ? വാവയ്ക്ക് കാൽസ്യം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അമ്മ പറഞ്ഞിരുന്നു. നീ ഇനി വേറെ ഒഴിവൊന്നും പറയാൻ നോക്കണ്ട. ഇത് മുഴുവൻ കുടിക്കേ. കുടിച്ചേ. നീ എന്നെന്തിനു നോക്കുന്നേ? എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു പങ്കുണ്ടെന്ന് നീ വിചാരിക്കേ വേണ്ട. നിന്റെ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. മര്യാദയ്ക്ക് കുടിക്ക്. കുടിക്കേ. എനിക്ക് മതി. അത് ശരി, കുറച്ചൊന്ന് കുടിച്ചപ്പോഴത്തേക്ക് മതിയായോ ആദ്യ? അതൊന്നും പറ്റില്ല, മുഴുവൻ കുടിച്ചേ പറ്റൂ. ചേട്ടാ നോക്കേട്ടാ. നിന്നെ ഞാൻ ജനിച്ചപ്പോ മുതൽ നോക്കിക്കൊണ്ടിരിക്കുക. ഡയലോഗ് അടിക്കണ്ട. കുടിക്കാൻ നോക്ക്. കുടിക്കേ. കുടിക്കുമോളെ. ആ മതി ചേട്ടാ. ഫുള്ള് കുടിക്കേ. ചെറുപ്പത്തിൽ എനിക്ക് തന്നിരുന്ന പാലും നീയാ കുടിച്ചിരുന്നേ. ഇപ്പൊ ഒരു ഗ്ലാസ് കുടിക്കാൻ പോലും നിനക്ക് വലിയ മടിയല്ലേ? ബാക്കി കെട്ടിയോന്റെ വക. ഒന്ന് പോലുണ്ടാ, ഞാൻ രണ്ടെണ്ണം തരട്ടെ. അത് ശരി. എന്റെ ചേട്ടന്മാർ എന്റെ അമ്മയെ പോലെ തന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ധ്രുവ എവിടെയായിരിക്കും?